അതാ ഇവിടെ മഴയൊക്കെ പോയില്ലേ, അപ്പൊ മഴക്കാറിപ്പോ ഉണ്ട്. പക്ഷെ പുറത്തിറങ്ങിയപ്പോഴാണ് ഇപ്പൊ ഇതൊക്കെ കണ്ടത് കേട്ടോ. എന്തോ മുക്കുറ്റിയൊക്കെ ഇങ്ങടെ അങ്ങനെ വരാറില്ലേ, എത്ര മുക്കുറ്റിയാ. പിന്നെ അതുപോലെ കറിവേപ്പുണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. നല്ലതാണ്, എന്തൊക്കെ വേണം അതൊക്കെ ഉണ്ട്. ചേനയുടെ ഇല ഉണ്ട്, പിന്നെ അതാ മുരിങ്ങയുടെ ഇല ഉണ്ട്, എല്ലാതും ഉണ്ട്. കാണുമ്പോ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷല്ലേ. ചേനയുടെ ഇല ഇപ്പൊ മുരിങ്ങ കൊണ്ട് കൂട്ടാൻ വെക്കാം, പിന്നെ ചേനയുടെ ഇല ഉപ്പേരി വെക്കാം, ചേനയുടെ തണ്ടുകൊണ്ട് അവിയൽ വെക്കാം, പിന്നെ ചക്കക്കുരും ചേനയും കൂടെ വെക്കാം. എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയാം. അപ്പൊ ഇന്ന് നമ്മള് ഉണ്ടാക്കുന്നത് ചേനയുടെ ഇല ഉപ്പേരിയാണ് കേട്ടോ. അപ്പൊ നമുക്കിന്നാ ഇല എടുക്കാം. നല്ല വലിയ ചേനയുടെ മരം തന്നെ കണ്ടു, എന്താ വണ്ണം തണ്ടിനൊക്കെ. അവിയലൊക്കെ വെക്കുമ്പോ നല്ല ടേസ്റ്റാണ്. നമുക്കിന്ന് ഉപ്പേരി ആയിക്കോട്ടെ. നല്ല സന്തോഷം അത് കണ്ടു കഴിഞ്ഞാൽ. ഇലക്കറി കഴിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണിനും, മുരിങ്ങയുടെ ഇല ആയാലും അതെ കണ്ണിനൊക്കെ നല്ല ഇതാണ്. അതേപോലെ ചേനയുടെ ഇല അതെ, ചൊറിയൊന്നുമില്ല കേട്ടോ. ചിലവർ ഉപ്പേരി ഇങ്ങനെ ഉണ്ടാക്കി കാണുമ്പോൾ ചൊറിയില്ലേ, അരിയുമ്പോൾ ചൊറിയില്ലേ എന്ന് പറയും. അരിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി വെള്ളത്തിൽ നിന്ന് എടുക്കുമ്പോൾ ചിലവർക്ക് ചൊറിയും. ഇവിടെ മുത്തശ്ശിയാണൊക്കെ ഉണ്ടാക്കാറ്, കഴുകരി ഒക്കെ തരും, ഞാൻ ഉണ്ടാക്കും. ഇന്നിപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടേ നല്ല ആശ്വാസമായി. നമുക്ക് ചെറിയൊരു വെയിലുണ്ട്, തുണികൾ ഉണക്കണമെങ്കിൽ ഉണക്കാടാം മതി ഒരു നേരത്തെ ഉപ്പേരിക്ക്.